ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ദ ഭൂതിനി എന്ന മൂവിയാണ്. മൂവിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കഥയുടെ തുടക്കത്തിൽ തന്നെ 2003 ഡൽഹിയിലെ ഒരു കോളേജാണ് കാണിക്കുന്നത്. അവിടെ വെർജിൻ ട്രീ എന്നറിയപ്പെടുന്ന ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിന്റെ താഴെ എല്ലാ പ്രണയദിനത്തിനും പൂജ നടത്തുകയും അവിടെ എല്ലാവരും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ ഫോട്ടോ വെച്ചിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. തങ്ങളുടെ പ്രണയ സാഫല്യത്തിന് വേണ്ടിയായിരുന്നു കുട്ടികളെല്ലാം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പുറത്തുനിന്നും ആൾക്കാർ വന്ന് ആ ഒരു ട്രീയുടെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് പതിവാണ്. അങ്ങനെ പൂജയും പ്രാർത്ഥനയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ പ്രണയിക്കുന്ന വ്യക്തിയെ അവർക്ക് തന്നെ കിട്ടുമെന്നായിരുന്നു വിശ്വാസം. പക്ഷെ 2003 പ്രണയദിനത്തിൽ അവിടെ വലിയൊരു തീപിടുത്തം ഉണ്ടാകുന്നു. കൂടാതെ ആ ട്രീയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ ഒരു പെൺകുട്ടിയും നിന്ന് കത്തുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ ആത്മാവ് ആ ട്രീയിൽ തന്നെ കുടികൊള്ളാൻ ആരംഭിച്ചു. ആ ആത്മാവ് ആ ട്രീയോട് പറയുന്നുണ്ട്, ഞാൻ ആഗ്രഹിച്ചത് സത്യസന്ധമായ പ്രണയമാണ്, പക്ഷെ നീ എനിക്ക് തന്നത് മരണമാണ്. അങ്ങനെ കഥ അവിടെ നിന്നും 2025 പോകുന്നു. നായകനായ ശാന്തനു ആകട്ടെ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചിരുന്നു. എന്നാൽ ആ പെൺകുട്ടിയാകട്ടെ അവനെ കളഞ്ഞിട്ട് മറ്റൊരാളുടെ കൂടെ പോയി. അങ്ങനെ അവന്റെ പ്രണയം അവന് നഷ്ടപ്പെട്ടു. കഴിഞ്ഞ വാലന്റൈൻസ് ദിനത്തില് ആ പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ച് വെർജിൻ ട്രീയുടെ അടുത്ത് നിന്ന് അവൻ പ്രാർത്ഥിച്ചിട്ടും അവന്റെ പ്രണയം നഷ്ടപ്പെട്ട കാരണം അവൻ മദ്യപിച്ച് ലക്കുകെട്ട് ആ ട്രീയുടെ അടുത്തേക്ക് വരുന്നു. കുറെ നേരം അവിടെ നിന്ന് അവൻ ആ ട്രീയെ തെറി വിളിക്കുന്നു. പിന്നെയും മദ്യപിച്ച് കുറച്ചു ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു. ഇടയ്ക്ക് അവന്റെ കാല് തെറ്റി അവൻ എവിടേക്കോ ഉരുണ്ടു വീഴുന്നു. കണ്ണു തുറന്നു നോക്കുമ്പോൾ ആ ട്രീ അവന്റെ മുന്നിലുണ്ടായിരുന്നു. എനിക്കെന്റെ പ്രണയം തിരിച്ചു വേണമെന്ന് പറഞ്ഞിട്ട് അവൻ കരയാൻ തുടങ്ങി. ഞാൻ ആഗ്രഹിച്ചത് സത്യസന്ധമായ പ്രണയമാണ്, അത് നീ എനിക്ക് തന്നില്ല. അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ട്രീയുടെ നടുവിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ രൂപം മുകളിലേക്ക് വരുന്നു. അത് ആ ട്രീയിൽ കുടികൊള്ളുന്ന ആത്മാവായിരുന്നു. എന്റെ പ്രണയം നഷ്ടപ്പെട്ട കാരണം ഞാൻ ഇവിടെ തന്നെ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവൻ ആ ട്രീയിൽ നിന്ന് താഴേക്ക് വീണ് കിടക്കുന്ന വള്ളികളിൽ ഒരു കുരുക്കുണ്ടാക്കി അതിൽ തൂങ്ങി മരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ ട്രീക്കുള്ള ആത്മാവ് അവനെ ദൂരേക്ക് വലിച്ചെറിയുന്നു. ഈ ബഹളം എല്ലാം തന്നെ കുറച്ച് ദൂരം നിൽക്കുന്ന അവന്റെ കൂട്ടുകാരായ സാഹിലും നാസറും കേൾക്കുന്നുണ്ടായിരുന്നു. അവർ ഓടി ഇവിടേക്ക് വരുന്നു. അവനിങ്ങനെ കിടക്കുന്ന കണ്ട് അവർ പേടിച്ച് അവനെ എടുത്തുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. വെർജിൻ ട്രീക്കുള്ളിൽ ആത്മാവുണ്ടെന്ന് ഓൾറെഡി തന്നെ കോളേജിൽ പലരും പറയുന്നുണ്ടായിരുന്നു. ഒരു വിഭാഗം കുട്ടികൾ വെർജിൻ ട്രീയിൽ ആത്മാവുണ്ടെന്ന് പറയുമ്പോൾ മറ്റൊരു വിഭാഗം അത് പ്രണയ സാഫല്യത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ട്രീ ആണെന്ന് വിശ്വസിച്ചു. പിറ്റേന്ന് രാവിലെ ഉറക്കമുണർന്ന ശാന്തനു തന്റെ കൂട്ടുകാരോട് പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്ന പോലെ വെർജിൻ ട്രീക്ക് ഒരു ശക്തിയുമില്ല. ഞാൻ കഴിഞ്ഞ തവണ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ചിട്ടും ഇത്തവണ എന്റെ പ്രണയം നടന്നില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് നടക്കാൻ പോകുന്ന വാലന്റൈൻസ് ഡേ പൂജയ്ക്ക് ഞാൻ പങ്കെടുക്കുന്നില്ല. അന്ന് വാലന്റൈൻസ് ഡേ ആണ്. പതിവ് പോലെ വെർജിൻ ട്രീയുടെ താഴെ എല്ലാവരും പൂജ ചെയ്യുന്നുണ്ടാകും. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ ഫോട്ടോയും വെക്കും. പക്ഷെ ഇതിനെ എതിർക്കുന്ന കുറച്ച് കുട്ടികൾ അവിടെ ഈ ട്രീ ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി തന്നെ ഈ പ്രണയദിനത്തില് 3 ബോയ്സിന്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ മരണത്തിന് കാരണം ഇവിടെയുള്ള ആ ട്രീക്കുള്ള ആത്മാവെന്നാണ് ഈ വിഭാഗം കുട്ടികൾ വിശ്വസിക്കുന്നത്. ഇത്തവണയും ഈ ട്രീക്കുള്ള ആത്മാവ് ഉണർന്നിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ഉടനെ തന്നെ മിക്കവാറും അടുത്ത മരണവും നടക്കുമെന്ന് ഈ പെൺകുട്ടി പറയുന്നു. അതേ ടൈമില് നമ്മുടെ മൂവിയിലെ നായികയായ അനന്യയെ കാണിക്കുന്നു. ശാന്തനുവിന്റെ ഉറ്റ സുഹൃത്തായിരുന്നു അനന്യ. 6 മാസമായിട്ട് അവൾ അവളുടെ ഫീൽഡ് ട്രിപ്പിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത്. ഇവന്റെ ബ്രേക്കപ്പ് ആയ കാര്യങ്ങളൊക്കെ അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവനെ അവൾ നല്ലപോലെ സമാധാനിപ്പിക്കുന്നു. അതിനുശേഷം നമുക്ക് വീണ്ടും പൂജ ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് അവനെയും വെർജിൻ ട്രീയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ശാന്തനു ഇത്തവണ ആരുടെയും ഫോട്ടോ വെച്ചില്ല. അതിന് പകരമായിട്ട് സത്യസന്ധമായ പ്രണയം എനിക്ക് വേണമെന്നാണ് അവൻ അതിൽ എഴുതിയിടുന്നത്. എന്നാൽ ഇവൻ അറിയാതെ ഇവനെ നമ്മുടെ അനന്യ പ്രണയിക്കുന്നുണ്ടായിരുന്നു. അവൻ കാണാതെ ശാന്തനുവിന്റെ ഫോട്ടോയാണ് അവിടെ ഹാങ് ചെയ്യുന്നത്. അങ്ങനെ ആഘോഷവും പാർട്ടിയും എല്ലാം നടക്കുകയാണ്. എന്നാൽ അതിന്റെ ഇടയ്ക്ക് അവർ കാണുന്നുണ്ട് ഗഗൻ എന്ന് പറയുന്ന ഒരു പയ്യനാകട്ടെ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും പറയാൻ തുടങ്ങി, കുറച്ച് നാളു മുമ്പ് നടന്ന കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ആൾക്കാർ മരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇവർ രക്ഷിക്കാൻ ചെല്ലുന്നതിന് മുമ്പ് ഗഗൻ താഴേക്ക് ചാടി. എന്നാൽ കറക്റ്റ് സമയത്ത് അവനെ ഹോസ്പിറ്റലാക്കിയത് കാരണം അവന്റെ ജീവൻ തിരിച്ചു കിട്ടി. അവന് ബോധം വന്നിട്ടുണ്ടായിരുന്നില്ല. അതേ ടൈമിൽ തന്നെ ഈ കോളേജിലെ സെക്രട്ടറിയായ പെൺകുട്ടി കോളേജ് അധികൃതരോട് പറയുന്നുണ്ട്, ഇതെല്ലാം തന്നെ ആ ട്രീയിലെ ആത്മാവിന്റെ ശാപമാണെന്നാണ്. കാരണം 2004 2009 2014 എല്ലാം തന്നെ ഇതുപോലെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. 3 ആൺകുട്ടികൾ ഇതുപോലെ വാലന്റൈൻസ് ഡേയുടെ അന്ന് ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചു. അവരെല്ലാം തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ 20-25 ദിവസത്തിന് ശേഷം ഹോളി ദഹൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ നടക്കുന്നതിന്റെ അന്ന് അവർ മരിക്കുകയും ചെയ്തു. ഇതിനെല്ലാം കാരണം ആത്മാവ് തന്നെയാണ്. എന്നാൽ കോളേജ് അധികൃതർക്ക് ഇതൊന്നും അധികം വിശ്വാസം തോന്നുന്നില്ല. ഇത് കോളേജിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ വിവരങ്ങൾ ഓൾറെഡി തന്നെ പുറത്തുള്ള ആൾക്കാരെ അറിഞ്ഞിരിക്കുന്നു. ഇനിയും കൂടുതൽ ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ കോളേജിന്റെ റെപ്യൂട്ടേഷൻ ഇതിനേക്കാൾ ഇല്ലാതാകുമെന്ന് ആ പെൺകുട്ടി പറയുമ്പോൾ അത് ശരിയാണെന്ന് അവർക്കും തോന്നുന്നു. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഈ പ്രേതങ്ങളെയൊക്കെ ഒഴിപ്പിക്കുന്ന ഒരു ബാബയെ വിളിക്കാൻ അവർ തീരുമാനിക്കുന്നു. ഇന്നത്തെ സാങ്കേതിക വിദ്യയൊക്കെ വെച്ചിട്ടായിരുന്നു ബാബ എന്ന് എല്ലാവരും വിളിക്കുന്ന ഇയാളാകട്ടെ പ്രേതങ്ങളെ ഒഴിപ്പിച്ചുകൊണ്ടിരുന്നത്. ഓരോ ടൈപ്പ് ആത്മാക്കൾക്കും അനുസരിച്ച് അയാളുടെ കയ്യിൽ ഓരോ ആയുധങ്ങളുണ്ടായിരുന്നു. ഇവർ ഈ പറയുന്ന ബാബയാകട്ടെ ഇതിനു മുമ്പ് ഇതേ കോളേജിൽ തന്നെ പഠിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അയാൾ അവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. നമ്മുടെ ശാന്തനു ആകട്ടെ ഉറക്കത്തിലെല്ലാം തന്നെ ആ ആത്മാവിനെയായിരുന്നു സ്വപ്നം കാണുന്നത്. എല്ലാം തന്നെ തോന്നലായിരിക്കും, ഇതൊക്കെ സ്വപ്നമല്ലെന്നൊക്കെ കരുതിയിട്ട് അവൻ ആശ്വസിക്കുന്നു. എന്നാൽ ആ ആത്മാവ് അവനെ ചുറ്റിപ്പറ്റി തന്നെ ഉണ്ടായിരുന്നു. ശാന്തനുവിന്റെ പ്രണയം പൊളിഞ്ഞ കാരണം അവന്റെ കൂട്ടുകാരൻ സാഹിലാകട്ടെ അവനെ കളിയാക്കുന്ന രീതിയിൽ പലതും പറയാറുണ്ട്. തന്നെ തേച്ചിട്ട് പോയ കാമുകിയുടെ ഫോണിലേക്ക് അവൻ വീണ്ടും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്നെ വിട്ടിട്ട് പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട്. സാഹിൽ ശാന്തനുവിന്റെ ആ മെസ്സേജ് ഒക്കെ മറ്റു കുട്ടികളെ കാണിച്ചു ചിരിക്കുന്നു.
ഇതെല്ലാം തന്നെ ആത്മാവ് ശ്രദ്ധിക്കുന്നുണ്ട്. ആത്മാവ് ആദ്യം നോട്ടുവിടുന്നത് സാഹിലിനെയാണ്. രണ്ടാമതായിട്ട് ശാന്തനു എക്സാം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അവന്റെ അടുത്ത് നിന്നും പേപ്പർ വാങ്ങിച്ചുകൊണ്ടുപോയ ആ സാറിനെയാണ് ആ പ്രേതം നോട്ടമിടുന്നത്. മര്യാദയ്ക്ക് പഠിക്കാനൊന്നുമല്ലോ നീയൊന്നും കോളേജിൽ വരുന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കുറെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു അയാൾ. മൂന്നാമതായിട്ട് ആ ആത്മാവ് നോട്ടമിടുന്നത് ആ കോളേജ് കൾച്ചർ പ്രോഗ്രാമില് പാട്ടൊക്കെ പാടുന്ന ഒരു ബാൻഡിനെയായിരുന്നു. ആ ബാൻഡിന്റെ നേതാവാകട്ടെ ശാന്തനുവിനെ നോക്കി പറയുന്നുണ്ട്, നിന്റെ പ്രേമം പൊട്ടിയ കാരണം നിനക്ക് വേണ്ടിയിട്ട് ബ്രേക്കപ്പ് സോങ് ഞങ്ങൾ പാടുന്നുണ്ടെന്ന്. അങ്ങനെ ശാന്തനുവിനെ കളിയാക്കുന്ന ഈ 3 പേരെയും നമ്മുടെ പ്രേതം നോട്ടോട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് കോളേജിലെ കൾച്ചറൽ പ്രോഗ്രാം ഒക്കെ നടക്കുന്ന ദിവസമാണ്. ശാന്തനു ആകെ മൂഡ് ഓഫ് ആയിട്ട് വരുന്നു. അനന്യ പറയുന്നുണ്ട്, നീ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് നടക്കാതെ ഒന്ന് ചില്ലാകാൻ, നിന്റെ മൂഡൊക്കെ ഞാൻ ഒരു നിമിഷം കൊണ്ട് ശരിയാക്കാമെന്നും അവൾ പറയുന്നു. കറക്റ്റ് ആ ടൈമിൽ ആ ആത്മാവ് അവിടെ വരികയും ഇവനെ കളിയാക്കിയ ആ ആൾക്കാരുടെ എല്ലാം തന്നെ ശരീരത്തിലേക്ക് കയറുകയും അവരെ എല്ലാം തന്നെ ഹാലുസിനേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവർ ഓരോരുത്തരും അവരുടെ മനസ്സിൽ കാണുന്നത് അവർ ആ ട്രീക്കുള്ളിൽ തൂങ്ങി നിൽക്കുന്നതായിട്ടാണ്. ഒരു നിമിഷം മരണം മുന്നിൽ കണ്ട പ്രതീതിയായിരുന്നു അവർക്ക്. അങ്ങനെ കുറച്ചു കഴിയുമ്പോൾ അവരെല്ലാം ബോധം കെട്ട് വീഴുന്നു. ഡോക്ടേഴ്സ് വന്ന് ചെക്ക് ചെയ്യുമ്പോൾ പറയുന്നുണ്ട് ഇവർക്കെല്ലാം ഹാലുസിനേഷൻ അറ്റാക്ക് ആണ് വന്നിരിക്കുന്നതെന്ന്. അവരുടെ വൈറ്റൽസ് എല്ലാം നോർമൽ ആയിരുന്നു. ആ സംഭവം കൂടി ആയതോടുകൂടി കുട്ടികളെല്ലാം തന്നെ ആകെ പരിഭ്രാന്തിയിലായി. ഇവിടെ പ്രേതം ഉണ്ടെന്ന് തന്നെ എല്ലാവരും വിശ്വസിക്കാൻ തുടങ്ങി. എന്നാൽ ആ സംഭവത്തിനെ കോളേജ് അധികൃതർ പറയുന്നത് ഇതെന്തോ ഡ്രഗ്സ് യൂസ് ഒക്കെ ആയിരിക്കും, അങ്ങനെ ഹാലുസിനേഷൻ വന്നതായിരിക്കും എന്നൊക്കെയായിരുന്നു. എന്താണെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ഒക്കെ വന്ന ശേഷം മാത്രമേ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമെന്നാണ് ഇവർ പറയുന്നത്. പിന്നീട് എല്ലാവരും പേടിച്ചായിരുന്നു കോളേജ് പരിസരത്ത് എല്ലാം തന്നെ നിന്നിരുന്നത്. രാത്രിയിൽ നടന്നു പോയിക്കൊണ്ടിരുന്ന ശാന്തനുവിന്റെ അടുത്തേക്ക് ആ ആത്മാവ് വന്നിട്ട് ശാന്തനു എന്ന് വിളിക്കുന്നു. ആ സൗണ്ട് അവന് മാത്രമേ കേൾക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അതൊക്കെ അവന്റെ തോന്നലായിരിക്കും എന്ന് വിശ്വസിച്ച് അവൻ മുന്നോട്ട് നടന്നു. എല്ലാവരും ആത്മാവിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നാസിർ നോക്കുമ്പോൾ മുകളിൽ ആരോ നിൽക്കുന്നതായിട്ട് അവന് തോന്നുന്നു. അത് പ്രേതമാണെന്ന് പറഞ്ഞിട്ട് അവൻ നിലവിളിക്കുന്നു. പക്ഷെ ആ നിമിഷം തന്നെ അവിടെ ആരെയും കാണുന്നുമില്ല. പിന്നീട് കാണിക്കുന്നത് അന്ന് രാത്രി ആ പെൺകുട്ടിയുടെ ആത്മാവ് ശാന്തനുവിന്റെ അടുത്ത് വന്നിരുന്ന് കരയുന്നതായിട്ടാണ്. കുറച്ചു കഴിയുമ്പോൾ അത് അവന്റെ അടുത്ത് തന്നെ വന്ന് കിടക്കുകയും ചെയ്യുന്നു. ശാന്തനു ഇതൊന്നും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് ഒരാൾ കതകു തുറന്ന് അകത്തേക്ക് കയറി വരുന്നു. ശാന്തനു ഞെട്ടി എഴുന്നേൽക്കുന്നു. അപ്പോഴേക്ക് ആത്മാവ് അവിടെ നിന്നും പോയി. അത് മറ്റാരുമായിരുന്നില്ല, ബാബയായിരുന്നു. ആ ജനലിൽ കിടന്ന് അടയുന്ന കണ്ടിട്ട് ബാബയ്ക്ക് മനസ്സിലായി ആ ആത്മാവ് ഇവിടെ ഉണ്ടായിരുന്നുവെന്നും ഇപ്പൊ പുറത്തേക്ക് പോയതാണെന്നും. ബാബ സ്വയം മറ്റുള്ളവരുടെ മുന്നിൽ തന്നെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ ഓരോ റൂമിലും കയറി ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ട് നടക്കുകയാണ് ബാബ. ആ ടൈമിൽ തന്നെ പിറ്റേന്ന് രാവിലെ ഒരു ന്യൂസ് പുറത്തു വരുന്നുണ്ട്. ആ ആത്മഹത്യക്ക് ശ്രമിച്ച പയ്യനാകട്ടെ അവനത് ചെയ്തതിന് കാരണം അവന് ക്രിപ്റ്റോ കറൻസിയിലുണ്ടായ വലിയൊരു നഷ്ടമായിരുന്നുവെന്ന്. എന്നാൽ കുട്ടികൾ പലരും അത് വിശ്വസിക്കുന്നില്ല. എന്നാൽ കുറച്ചുപേര് അത് വിശ്വസിച്ച് വീണ്ടും വെർജിൻ ട്രീയുടെ അടുത്തേക്കൊക്കെ പോകാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. ഗഗനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഈ ന്യൂസിൽ വന്ന കാരണം കോളേജ് അധികൃതർ ബാബയോട് ചോദിക്കുന്നു. ബാബ പറയുന്നുണ്ട് ഗഗനെ പറ്റിയുള്ള ആർട്ടിക്കിളൊക്കെ കറക്റ്റ് ആണ്, അവൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് അതുകൊണ്ട് തന്നെയാണ്. തൽക്കാലം ഈ കോളേജിലെ കുട്ടികളെ എല്ലാം തന്നെ ശാന്തമാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് പബ്ലിക്കിന്റെ മുന്നിലേക്ക് ഈ ഒരു ന്യൂസ് കൊണ്ടുവന്നത്. അപ്പോൾ ആ അധികൃതർ ചോദിക്കുന്നുണ്ട് ഇവിടെ കുട്ടികളെ പറയുന്ന പോലെ പ്രേതമില്ല അല്ലേ എന്ന്. എന്നാൽ അയാൾ പറയുന്നു ഒരിക്കലും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ഞാനിവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ എന്തോ ഒരു ശക്തി ഉണ്ടെന്ന്. പക്ഷെ ഇവിടെയുള്ള ആത്മാവ് നല്ല ആത്മാവാണോ ചീത്ത ആത്മാവാണോ എന്ന് ആദ്യം കണ്ടുപിടിക്കണം. അതിനെന്തായാലും കുറച്ച് ടൈം എടുക്കും. ഇവിടെ ശാന്തനുവിന് വീണ്ടും അവന്റെ അടുത്ത് വന്ന് ആരോ വിളിക്കുന്ന പോലെ തോന്നുന്നു. പെട്ടെന്ന് അനന്യ മുന്നിലേക്ക് വരുന്നു. അവന് തോന്നുന്നുണ്ട് അവനെ വിളിച്ചത് അനന്യായിരിക്കുമെന്ന്. അവൻ അത് കാരണം അവളോട് ചോദിക്കുന്നുണ്ട് വെർജിൻ ട്രീയിലെ ആത്മാവ് നീയാണോ എന്ന്. ചിലപ്പോൾ അതിന് ചാൻസ് ഉണ്ടെന്നാണ് അവള് പറയുന്നത്. അവരങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇതെല്ലാം തന്നെ ആ ആത്മാവ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ശാന്തനുവിനോട് അനന്യ ഇത്ര ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നത് ആ ആത്മാവിന് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അത് അനന്യയുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും അവിടെ ടൈം 3 മണി ആയിട്ടുണ്ടായിരുന്നു. അത് കാരണം ആ ആത്മാവ് പെട്ടെന്ന് തിരിച്ചു പോകുന്നു. അന്ന് രാത്രിയാകട്ടെ ബാബ ആത്മാവിനെ അന്വേഷിച്ച് അവിടെയൊക്കെ നടക്കുകയാണ്. പെട്ടെന്ന് ഒരിടത്ത് വെച്ച് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഡിവൈസിൽ അവിടെ എവിടെ ആത്മാവുണ്ടെന്ന് കാണിക്കുന്നു. അതൊക്കെ കണ്ട് അയാളുടെ അടുത്തേക്ക് വന്ന നാസറും സാഹിലും പേടിക്കുന്നു. അതേസമയം ശാന്തനു ആകട്ടെ കോളേജിന്റെ മറ്റൊരു പരിസരത്ത് നിൽക്കുകയാണ്. അവന്റെ ചുറ്റും ശാന്തനു എന്ന് വിളിച്ചുകൊണ്ട് ആരോ വരുന്ന പോലെ അവന് തോന്നുന്നു. ആകെ ഭയപ്പെട്ട് നിൽക്കുകയാണ് അവൻ. തിരിഞ്ഞു നോക്കി അവൻ പോയി ഒരു പെൺകുട്ടിയെ ഇടിക്കുന്നു. ആ പെൺകുട്ടിയെ കണ്ടതും അവൻ ആകെ ഞെട്ടിപ്പോയി. കാരണം അവൾ അത്ര സുന്ദരിയായിരുന്നു. താൻ ഇതുവരെയും കോളേജിൽ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടില്ലല്ലോ എന്ന് അവൻ ചിന്തിക്കുന്നു. അവർ പരസ്പരം പരിചയപ്പെടുന്നുണ്ട്. അവൾ തന്റെ പേര് മൊഹബത്ത് എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം പ്രണയമെന്നായിരുന്നു. താൻ 3rd ഇയർ സ്റ്റുഡന്റ് ആണെന്നും 1 വർഷത്തെ ഗ്യാപ്പ് എടുത്തിട്ട് ഇപ്പോൾ വീണ്ടും ജോയിൻ ചെയ്യാൻ വന്നതാണെന്നുമാണ് അവള് പറയുന്നത്. ആദ്യം മാത്രയിൽ തന്നെ അവളെ ശാന്തനുവിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നാൽ അവൻ അറിഞ്ഞില്ല ആ വെർജിൻ ട്രീയിലെ ആത്മാവ് തന്നെയാണ് ഈ മൊഹബത്ത് എന്ന്. പിന്നീട് അങ്ങോട്ട് പലതവണ അവനാകട്ടെ മൊഹബത്തിനെ കാണാൻ തുടങ്ങി. അതിനിടയ്ക്കൊക്കെ അനന്യ ശാന്തനുവിനെ കാണാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുമ്പോൾ മൊഹബത്താകട്ടെ അനന്യയെ കൺട്രോൾ ചെയ്യുകയും ശാന്തനുവിന്റെ അടുത്ത് നിന്ന് മാറ്റുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ശാന്തനുവിനെയും കൂട്ടി അവിടെ ഇവിടെ എല്ലാം തന്നെ മൊഹബത്ത് പോകും. ബാക്കി ആർക്കും തന്നെ മൊഹബത്തിനെ കാണാൻ സാധിക്കില്ല. അവര് വിചാരിക്കുന്നത് ശാന്തനു ഒറ്റയ്ക്ക് പോവുകയാണെന്നാണ്. പിന്നീട് പല ദിവസങ്ങളിലും ശാന്തനുവും അനന്യയും ഒരുമിച്ച് സംസാരിക്കുകയും ഡാൻസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സമയത്തെല്ലാം തന്നെ മൊഹബത്ത് അനന്യയെ കൺട്രോൾ ചെയ്ത് അവിടെ നിന്ന് മാറ്റും. അനന്യയ്ക്ക് പോലും അറിയില്ല അവൾ എങ്ങോട്ടായി പോകുന്നതെന്ന്. അവളെ അവിടെ നിന്ന് മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് മൊഹബത്ത് വരും. അതോടുകൂടി ശാന്തനു അനന്യ അവിടെ ഉണ്ടായിരുന്ന കാര്യം മറക്കുകയും മൊഹബത്തിന്റെ കൂടി ടൈം സ്പെൻഡ് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്യും. താൻ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടിയ വിവരവും അവളോടൊരു ക്രഷ് തോന്നിയ വിവരവും എല്ലാം തന്നെ ശാന്തനു തന്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം തന്റെ റൂമിൽ നിന്ന് മൊഹബത്തിന്റെ കൂടെ പെയിന്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു
ശാന്തനു. ആ ടൈമിൽ തന്റെ കൂട്ടുകാർ പുറത്തു വരുന്നു. എന്നാൽ മൊഹബത്ത് പറയുന്നുണ്ട് തൽക്കാലം അവർക്കിപ്പോ എന്നെ കാണിച്ചു കൊടുക്കണ്ട എന്ന്. നമ്മൾ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് മതി അവരെ പരിചയപ്പെടുന്നതും നിന്റെ ഫാമിലിയെ പരിചയപ്പെടുന്നതും. അവൻ വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. അവളുടെ സംസാരം മാത്രം കൂട്ടുകാർക്ക് കേൾക്കാം. നമുക്ക് പിന്നൊരിക്കലും പരിചയപ്പെടാമെന്ന് അവൾ അകത്തിരുന്ന് പറയുന്നുണ്ട്. കൂട്ടുകാരെ നിർബന്ധിച്ചെങ്കിലും ശാന്തനു സമ്മതിക്കുന്നില്ല. അവരെയൊക്കെ പുറത്താക്കിയിട്ട് അവൻ വീണ്ടും വാതിലടച്ചു. അവിടെ ഓരോ ഫംഗ്ഷൻ നടക്കുന്ന സമയത്തും ശാന്തനു ആകട്ടെ മൊഹബത്തിനെ നോക്കി അവളുടെ അടുത്തേക്ക് പോകും. എന്നാൽ അനന്യയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഇവൻ ആരുടെ അടുത്തേക്കാണ് പോകുന്നതെന്ന്. കാരണം അവർക്ക് ആർക്കും മൊഹബത്തിനെ കാണാൻ പറ്റില്ലായിരുന്നല്ലോ. അതുകൊണ്ട് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന പെൺകുട്ടികളുടെ അടുത്തേക്ക് ആരുടെയെങ്കിലും അടുത്തേക്കായിരിക്കും ഇവൻ പോകുന്നതെന്ന് അനന്യ തെറ്റിദ്ധരിക്കുന്നു. അവൻ മറ്റാരെങ്കിലും പ്രണയിക്കാൻ തുടങ്ങിയെന്നുള്ള ടെൻഷൻ അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ നിരന്തരമായിട്ട് ശാന്തനു അനന്യയും കണ്ടുമുട്ടുന്നതെല്ലാം തന്നെ മൊഹബത്ത് തടയുകയും അവളെ കൺട്രോൾ ചെയ്ത് മാറ്റുകയും ചെയ്യുന്നതോടുകൂടി അനന്യയ്ക്ക് ശാന്തനുവിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല. അവൾ ഒരു ദിവസം തന്റെ വീടിന്റെ ഫ്രണ്ടിലിരുന്നിട്ട് താൻ ശാന്തനുവിനെ സ്നേഹിക്കുന്നതിനെ പറ്റിയും അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെടിയൊക്കെ തയ്യാറാക്കുന്നതിനെ പറ്റിയൊക്കെ ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ്. താൻ അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഇനി എന്തൊക്കെ വന്നാലും ശരി ഉടനെ തന്നെ താൻ അവനോട് പറയുമെന്നൊക്കെ അവൾ സ്വയം പറയുന്നു. ഇതെല്ലാം തന്നെ മൊഹബത്ത് കേൾക്കുന്നു. അവളുടെ മുകളിലുണ്ടായിരുന്ന ചെടിച്ചട്ടിയും സാധനങ്ങളും എല്ലാം തന്നെ അവളുടെ തലയിലേക്ക് തള്ളിയിടാനായിരുന്നു മൊഹബത്ത് തീരുമാനിച്ചത്. എന്നാൽ ആ ടൈമിൽ ശാന്തനു അവിടേക്ക് വരികയും ആ അപകടം ഒഴിവാക്കുകയും ചെയ്ത് അവളെ രക്ഷിക്കുന്നുണ്ട്. അവർ തമ്മിലൊരു റൊമാൻറ്റിക് മൊമെന്റിൽ നിൽക്കുന്ന കണ്ടിട്ട് മൊഹബത്തിന് ദേഷ്യം വരുന്നു. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്ന് അനന്യ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വന്നതാ. ഞാനൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. അവളുടെ പേര് മൊഹബത്ത് എന്നാണ്. എനിക്ക് അവളെ ശരിക്കും ഒരുപാട് ഇഷ്ടമായി. നീ നല്ല ബിസിയാണെന്ന് എനിക്കറിയാം. ഒരു തവണ നീ മൊഹബത്തിനെ ഒന്ന് കാണണം. അവൾ എനിക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാമല്ലോ. ഇതെല്ലാം കേട്ടതും അനന്യ ആകെ തകർന്നു പോകുന്നുണ്ട്. താൻ അവനെ സ്നേഹിക്കുന്ന കാര്യം ഇതുവരെയും പറഞ്ഞിട്ടില്ല. അപ്പോഴേക്കും അവന്റെ ലൈഫിലേക്ക് മറ്റൊരു പെൺകുട്ടി വരാൻ പോകുന്നു. ഇതുവരെ അവൻ ആ പെൺകുട്ടിയോട് ഇഷ്ടമൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. തനിക്ക് ഇനിയും ചാൻസ് ഉണ്ടെന്ന് അനന്യയ്ക്കറിയാം. കാരണം അവൾ അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ മൊഹബത്തിനെ ഗേൾഫ്രണ്ട് ആക്കാൻ ശാന്തനു തയ്യാറാകൂ. തൽക്കാലം അവളാകട്ടെ ഞാൻ ഇതിനെപ്പറ്റി പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. കുറെ നേരം അവളിരുന്ന് ആലോചിക്കുന്നുണ്ട് എന്ത് വേണമെന്ന്. കുറച്ചുനേരം ആലോചിച്ചിട്ട് അവൾ ചിന്തിക്കുന്നുണ്ട് ഇനി ഇങ്ങനെ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. എന്റെ പ്രണയം എന്തായാലും ഞാൻ അവനോട് തുറന്നു പറയും. രണ്ടും കൽപ്പിച്ച് അതിനുവേണ്ടി അവൾ കോളേജിലേക്ക് വരുന്നു. പക്ഷേ ഇത് മനസ്സിലാക്കിയ മൊഹബത്താകട്ടെ അവളുടെ മുന്നിലേക്ക് അവളെ പോലൊരു രൂപമായി വരുന്നുണ്ട്. അവളെ പേടിപ്പിക്കുന്നു. അവളുടെ ശരീരത്തിലേക്ക് എല്ലാം തന്നെ ആ വെർജിൻ ട്രീയുടെ വള്ളികൾ ചുറ്റിപ്പിടിക്കുകയും അവളെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. കോളേജ് പരിസരങ്ങളെല്ലാം തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ബാബയുടെ ശ്രദ്ധയിൽ അവിടെ ആത്മാവിന്റെ പ്രസൻസ് വരികയും അയാൾ പെട്ടെന്ന് തന്റെ ആയുധവുമായിട്ട് അവിടേക്ക് ചെല്ലുകയും ചെയ്യുന്നു. ഈ ടൈമിൽ തന്നെ അനന്യ ഹാലുസിനേറ്റ് ചെയ്യുകയും ഇത്രയും ദിവസം തനിക്ക് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അവൾ അവളുടെ ഉൾക്കണ്ണിൽ കാണുകയും ചെയ്യുന്നു. തന്നെ ആരോ കൺട്രോൾ ചെയ്തതാണെന്ന് അവൾക്ക് മനസ്സിലായി. അവളെ മൊഹബത്തിന്റെ ആത്മാവ് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബാബ അവളെ വന്ന് രക്ഷിക്കുന്നു. അയാളെ തന്റെ കത്തി കൊണ്ടായിരുന്നു ആ വള്ളികൾ മുറിച്ചിരുന്നത്. ആ കത്തിയെടുത്ത് എറിയുമ്പോൾ ആ കത്തി പോയി ഒരു ഇലയിൽ തട്ടി കുത്തി നിൽക്കുന്നുണ്ട്. അതായത് ആ ഇല ആ ട്രീയുടേതാണെന്നാണ് അയാൾ വിചാരിക്കുന്നത്. ഇവിടെ ശാന്തനു ആകട്ടെ കോളേജിൽ നിന്ന് പോകുന്ന വൺ ഡേ ട്രിപ്പിന് പോകാനിരിക്കുകയാണ്. എന്നാൽ മൊഹബത്ത് വന്ന് അവനോട് പറയുന്നുണ്ട് എനിക്ക് നല്ല സുഖമില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന്. അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ ശാന്തനുവിന് മനസ്സിലാത്ത കാരണം അവൻ കൂട്ടുകാരോട് പറയുന്നുണ്ട് താൻ വരുന്നില്ല എന്ന്. ഇവിടെ ബാബയാകട്ടെ അനന്യ ഹോസ്പിറ്റലാക്കിയിരിക്കുകയാണ്. താൻ വരുന്നില്ല എന്നുള്ള കാര്യം അനന്യയ്ക്കൊന്ന് മെസ്സേജ് അയച്ച് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ശാന്തനു അവന് മെസ്സേജ് അയക്കുന്നത് മൊഹബത്ത് ശ്രദ്ധിച്ചതും ദേഷ്യം വന്നിട്ട് മൊഹബത്ത് പെട്ടെന്ന് അവനെ കൺട്രോൾ ചെയ്ത് അവന്റെ ബോധം കെടുത്തുന്നു. ഇവിടെ ബാബയാകട്ടെ അയാളുടെ കയ്യിൽ കിട്ടിയ ഇലയുമായിട്ട് വെർജിൻ ട്രീയുടെ അടുത്തേക്ക് വരുന്നു. എന്നാൽ അത് ആ ട്രീയുടെ ഇലയായിരുന്നില്ല. ഇത് പിന്നെ ഏത് മരത്തിന്റെ ഇലയാണെന്ന് ചിന്തിച്ച് അവർ അവിടെയെല്ലാം പരതുമ്പോഴാകട്ടെ വെർജിൻ ട്രീ പോലെ മറ്റൊരു ട്രീയും അതേ ക്യാമ്പസിലുണ്ടായിരുന്നു. എന്നാൽ ആ ഭാഗത്തേക്ക് ആരും തന്നെ പോകില്ലായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ കുട്ടികൾ ആരാധിച്ചുകൊണ്ടിരുന്ന യഥാർത്ഥ വെർജിൻ ട്രീ അതായിരുന്നു. എന്നാൽ ഒരു തീപിടുത്തത്തിൽ ഇതെല്ലാം തന്നെ കത്തി നശിച്ചുപോയി. ഇപ്പോൾ അതിൽ കുടികൊള്ളുന്ന ആ ആത്മാവാണ് ഇവിടെയുള്ള ആൾക്കാരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. നിറവേറ്റാതെ പോയ എന്തോ ആഗ്രഹം ആ ആത്മാവിന് ബാക്കിയുണ്ട്. ആ ആത്മാവ് ആഗ്രഹിച്ച പ്രണയം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അവൾ ഇവിടേക്ക് വരും. എന്നവൾക്ക് അവളുടെ സത്യസന്ധമായ പ്രണയം ലഭിക്കുന്നു അന്ന് മാത്രമേ അവൾ ഇവിടെ നിന്നും തിരിച്ചു പോകാൻ സാധ്യതയുള്ളൂ. ഇപ്പൊ ഈ കത്തിക്കരിച്ച് നിൽക്കുന്ന ഈ മരത്തിന്റെ താഴെ ചെറിയൊരു നോട്ട് ഇരിക്കുന്ന കാണുന്നുണ്ട്. യഥാർത്ഥ പ്രണയമെന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. ആ നോട്ട് അവിടെ ആരാ വെച്ചതെന്ന് അവർ CCTV പരിശോധിച്ച് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് അത് ശാന്തനുവാണ് വെച്ചതെന്ന്. ശാന്തനു അന്ന് രാത്രി മദ്യപിച്ച് തന്റെ പ്രണയസാബല്യം നടക്കാത്തതിന്റെ പേരിൽ വെർജിൻ ട്രീയോട് തെറിവിളിക്കാനും മറ്റും വന്നിട്ടുണ്ടായിരുന്നില്ലേ. കുട്ടികൾ ഇപ്പോൾ അലങ്കരിച്ചു വെച്ചിരിക്കുന്ന ആ വെർജിൻ ട്രീയുടെ അടുത്ത് നിന്ന് അവൻ കുറെ ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും പിന്നീട് നടന്ന് അവൻ ഇപ്പോൾ ഈ കത്തിക്കരിഞ്ഞു നിൽക്കുന്ന ട്രീയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാലുവഴുതി അവൻ വീഴുന്നത് ഈ ട്രീയുടെ മുന്നിലേക്കാണ്. ഈ ട്രീയുടെ അടുത്ത് പോയാണ് തനിക്ക് യഥാർത്ഥ പ്രണയം വേണമെന്ന് പറഞ്ഞിട്ട് അവൻ നോട്ട് വെക്കുന്നതും മദ്യപിച്ച് അവിടെ ബോധമില്ലാതെ കിടക്കുന്നതും. ഈ ട്രീക്കുള്ള ആത്മാവിനെ ഉണർത്തിയതും അവൻ തന്നെയായിരുന്നു. ഇവിടെ ബോധം കെട്ട് കിടന്ന നമ്മുടെ ശാന്തനു ഉറക്കമുണരുന്നു. അവനാകട്ടെ ചുറ്റും നോക്കുമ്പോൾ അവിടെ എല്ലാം തന്നെ അലങ്കരിച്ചു വെച്ചിരിക്കുകയായിരുന്നു. മൊഹബത്ത് അവന് വേണ്ടിയിട്ടൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവളാകട്ടെ തന്റെ പ്രണയം അവനോട് തുറന്നു പറയുന്നു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ നിന്നെ പ്രണയിക്കുന്നുവെന്ന്. എന്നാൽ ശാന്തനു പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എനിക്കങ്ങനെ പ്രണയത്തിൽ ഇപ്പോൾ വീണ്ടും കണ്ണോടിച്ച് വിശ്വസിക്കാൻ പറ്റില്ല. ഇതിനർത്ഥം എനിക്ക് നിന്നെ ഇഷ്ടമല്ലാന്നുമല്ല, എനിക്ക് നിന്നോടൊരു ഇഷ്ടമൊക്കെ ഉണ്ട്. നിനക്ക് എന്നോട് എന്ത് തരത്തിലുള്ള ഇഷ്ടമാണെന്ന് അവൾ ചോദിക്കുന്നു. സാധാരണ ആൺകുട്ടികളെ ശരീരത്തെയാണ് പ്രണയിക്കുന്നത്. എന്നാൽ അവൻ പറയുന്നുണ്ട് എനിക്ക്
എനിക്ക് നിന്റെ ശരീരത്തോടല്ല പ്രണയം, നിന്റെ ഉള്ള ആത്മാവിനോടാണ്. അവൻ അങ്ങനെ പറഞ്ഞ കേട്ടതും അവള് പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരിയാണ്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, ഞാനൊന്നും നിന്നിൽ നിന്ന് മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണെന്ന് അവൻ ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, ഞാനൊരു ആത്മാവാണെന്ന്. അവനത് ആദ്യം കോമഡി ആയിട്ടാണ് തോന്നുന്നത്. എന്നാൽ അവള് പറയുന്നുണ്ട്, ഇതൊന്നും തമാശയല്ല, ഞാൻ നിന്നോട് ശരിക്കും പറയുന്നതാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയതാണ്. ഇപ്പോൾ നിന്റെ മുന്നിലിരിക്കുന്ന ഞാൻ ഒരു ആത്മാവാണ്. ഇത്ര പറഞ്ഞിട്ട് അവൻ വിശ്വസിക്കാത്ത കാരണം തന്റെ യഥാർത്ഥ രൂപം അവള് കാണിച്ചു കൊടുക്കുന്നു. അതോടെ ശാന്തനു പേടിച്ചുപോയി. അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അവള് പിറകെയും പോകുന്നു. ഞാൻ നിന്നെ പ്രണയിക്കുന്നു, നീ എന്റേത് മാത്രമാണെന്നൊക്കെയാണ് മൊഹബത്ത് പറയുന്നത്. പ്രേതം എന്ന് പറഞ്ഞ് അവൻ നിലവിളിക്കുന്നതെല്ലാം തന്നെ ബാബ കേൾക്കുകയും ബാബ അവിടേക്ക് വരികയും ചെയ്യുന്നു. എന്നാൽ അയാൾ ശാന്തനുവിന്റെ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മൊഹബത്ത് അവിടെ ആ വള്ളികൾ കൊണ്ട് ഒരു മതിൽ തന്നെ സൃഷ്ടിക്കുന്നു. ബാബ എങ്ങനെയൊക്കെയോ അത് തകർക്കാനും ശ്രമിക്കുന്നു. ശാന്തനുവിനെ തന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരികയായിരുന്നു മൊഹബത്ത്. എന്നാൽ ആ ടൈം കൊണ്ട് തന്നെ ബാബ ഉള്ളിലേക്ക് കടന്ന് അവനെ രക്ഷിക്കുന്നു. അവിടെ നിന്ന് തന്റെ വണ്ടിയിലിട്ട് എവിടേക്കോ കൊണ്ടുപോയി. മൊഹബത്തിന് മനസ്സിലായില്ല ആ നിമിഷം എന്താണ് സംഭവിച്ചതെന്ന്. ബാബ തന്റെ ശക്തി കൊണ്ട് മൊഹബത്തിനെ കുറച്ച് നിമിഷത്തേക്ക് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ശാന്തനു എവിടെ പോയിന്ന് മനസ്സിലാകാത്ത കാരണം മൊഹബത്ത് ആ കോളേജിൽ എങ്ങും തന്നെ അവനെ അന്വേഷിച്ച് നടക്കുന്നു. ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തിയ ശാന്തനുവിന്റെ കൂട്ടുകാരെ മൊഹബത്ത് പേടിപ്പിക്കുകയാണ്. ആത്മാവിന്റെ പ്രസൻസ് മാത്രമേ അവർക്ക് ഫീൽ ആകുന്നുണ്ടായിരുന്നുള്ളൂ. അവർ ഇതുവരെയും അവളെ നേരിട്ട് കണ്ടിട്ടില്ല. ശാന്തനു എവിടെയെന്ന് ചോദിക്കുമ്പോൾ തങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ കരയുന്നു. എന്നാൽ നിങ്ങൾക്കറിയാതിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും അവരെ ഉപദ്രവിക്കുന്നുണ്ട്. അവർക്ക് യഥാർത്ഥത്തിൽ അറിയാമായിരുന്നു ബാബയുടെ കൂടെയാണ് ശാന്തനു എന്ന്. കാരണം അവൻ ഇടയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ബാബയുടെ കൂടെയാണ് അവനെന്ന് മനസ്സിലാക്കി അവളാകട്ടെ നേരെ ബാബയുടെ അടുത്തേക്ക് പോകുന്നു. ഇവർ രണ്ടുപേരും പോയിക്കൊണ്ടിരുന്ന ആ വണ്ടി ആക്സിഡന്റ് ആക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ തലനാരിഴയ്ക്ക് എന്തായാലും ബാബ രക്ഷപ്പെട്ടു. ബാബയ്ക്ക് ഇവളെ കാണാൻ സാധിക്കില്ല. ആ ശക്തി അടുത്തേക്ക് വരുന്നത് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ശാന്തനുവിനെ ആ വണ്ടിയിൽ നിന്ന് സേഫായിട്ട് വീണ്ടും കോളേജിന്റെ പരിസരത്തേക്ക് മൊഹബത്ത് കൊണ്ടുവരുന്നു. ശാന്തനു മൊഹബത്തിനെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ഇവിടെ അവന്റെ കൂട്ടുകാർക്ക് അവളെ കാണാൻ പറ്റാത്ത കാരണം എങ്ങോട്ട് ഓടണമെന്ന് പോലും അറിയില്ല. മൊഹബത്ത് ശാന്തനുവിനോട് പറയുന്നുണ്ട്, നീയല്ലേ എന്നോട് പറഞ്ഞത് നിനക്ക് സത്യസന്ധമായ പ്രണയം വേണമെന്ന്. അത് തരാൻ വേണ്ടിയിട്ട് ഞാൻ വന്നപ്പോ നീ എന്നെ പേടിച്ചോടുന്നു. ഞാനിപ്പോ അങ്ങനെ പറഞ്ഞു, ഞാനെപ്പോഴാ നിന്റെ അടുത്തേക്ക് വന്നതെന്നൊക്കെ ശാന്തനു ചോദിക്കുന്നു. ആ മരത്തിൽ ഉറങ്ങിക്കിടന്ന എന്നെ ഉണർത്തിയത് നീയാണെന്നാണ് മൊഹബത്ത് പറയുന്നത്. അന്ന് ആ കോളേജിലെ കുട്ടികൾ ആരാധിച്ചുകൊണ്ടിരുന്ന വെർജിൻ ട്രീയുടെ അടുത്ത് നിന്ന് തന്റെ പ്രണയത്തിന് വേണ്ടിയിട്ട് അവൻ കരഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അവന്റെ ഗേൾഫ്രണ്ടിന്റെ ഫോട്ടോ അവിടെ നിന്നും പറന്ന് തൊട്ടപ്പുറത്തുള്ള കത്തിക്കരിഞ്ഞ വെർജിൻ ട്രീയുടെ അടുത്തേക്ക് പോയി. അത് കാരണമാണ് അത് എടുക്കാൻ വേണ്ടിയിട്ട് അവൻ മദ്യപിച്ച് ലെക്കിട്ട് ആ ഒരു ഏരിയ കടന്നിട്ട് അപ്പുറത്തേക്ക് ചെല്ലുന്നത്. അവിടെയുള്ള ഈ കത്തിക്കരിഞ്ഞ വെർജിൻ ട്രീയുടെ അടുത്ത് നിന്നായിരുന്നു അവൻ തന്റെ പ്രണയം തനിക്ക് വേണമെന്നും തനിക്ക് സത്യസന്ധമായ പ്രണയം വേണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇത് രണ്ടും രണ്ട് ട്രീ ആണെന്നുള്ള കാര്യം. അന്ന് രാത്രി അവൻ അവിടെ ആ ട്രീയുടെ വള്ളികളിൽ തൂങ്ങി ആത്മഹത്യ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. മരണത്തിൽ നിന്ന് നിന്നെ രക്ഷിച്ചതും ഞാനാണെന്ന് മൊഹബത്ത് പറയുന്നു. അന്ന് നിനക്ക് സത്യസന്ധമായ പ്രണയം വേണമെന്ന് നീ കരഞ്ഞതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്. ഇപ്പൊ നിനക്ക് എന്നെ വേണ്ട അല്ലേ? പക്ഷെ ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോകില്ല, നീ എന്റേത് മാത്രമായിരിക്കും. ഇതെല്ലാം കേട്ട് അവരെല്ലാം പേടിക്കുന്നുണ്ട്. സാഹിലിന് നാസറിന് അവളെ കാണാൻ പറ്റില്ലെങ്കിലും അവളുടെ സംസാരം കേൾക്കാമായിരുന്നു. തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശാന്തനുവിന്റെ കൂട്ടുകാർ പറയുന്നുണ്ട്, നാളെ ഞങ്ങളുടെ എക്സാം ആണ്, അത് കഴിഞ്ഞിട്ട് ശാന്തനുവിനെ ഞങ്ങൾ നിങ്ങൾക്ക് തന്നെ തന്നേക്കാമെന്ന്. എന്നാൽ 3 മണി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുമ്പോൾ മൊഹബത്ത് പറയുന്നുണ്ട് 3 മണിക്ക് വേണ്ട എന്ന്. 3 മണിക്കും 8 മണിക്കും ഉള്ളില് താൻ ഇവിടെ ഉണ്ടാവില്ല, 8 മണിക്ക് ശേഷം കൊണ്ടുവന്നാൽ മതി. അവൾ അങ്ങനെ പറയുന്ന കേട്ടപ്പോ അവർക്ക് മനസ്സിലായി 3നും 8നും ഇടയ്ക്ക് തങ്ങൾ സേഫ് ആയിരിക്കുമെന്ന്. അത് കഴിഞ്ഞ് മാത്രമേ മൊഹബത്ത് വരുമെന്ന്. ഇവിടെ ബാബയാകട്ടെ ഇതിനു മുൻപ് ഇവിടെ മരിച്ച പയ്യന്മാരുടെയൊക്കെ കേസുകൾ നോക്കുന്നുണ്ട്. അതിൽ വരുൺ എന്ന് പറയുന്ന ഒരു പയ്യന്റെ ഗേൾഫ്രണ്ട് പറയുന്നുണ്ട്, അന്ന് ഞാനും വരുണും തമ്മിൽ ബ്രേക്കപ്പ് ആയതായിരുന്നു. എന്നാൽ പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് എന്തോ ഒരു ആത്മാവ് വരികയും അവനെ പേടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവൻ ഭയത്തോടു കൂടി നോക്കുന്നത് ഞാൻ കണ്ടു. എന്റെ മുന്നിൽ വെച്ചിട്ടാണ് അവൻ ആകാശത്തേക്ക് ഉയർന്നത്. അവനെ കൊന്നത് എന്തായാലും ആ ആത്മാവ് തന്നെയായിരിക്കും. പിന്നീട് മരിച്ച 2 പേരുടെ കേസിലും ഇതുപോലൊക്കെ തന്നെയായിരുന്നു. വാലന്റൈൻസ് ഡേയുടെ അന്ന് അവർക്കും എന്തൊക്കെയോ സംഭവിച്ചു. അതിനുശേഷം അവരെല്ലാവരും ഒറ്റയ്ക്കായിരുന്നു നിന്നിരുന്നത്, ആരുമായിട്ട് സഹകരിച്ചില്ല. പിന്നെ ഹോളിയുടെ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് അവർ മരിക്കുകയും ചെയ്തു. ആദ്യം മരിച്ച വരുണും രണ്ടാമത് മരിച്ച സിദ്ധാർത്ഥും ഏത് സാഹചര്യത്തിലാണ് മരിച്ചതെന്ന് വ്യക്തമല്ല. എന്നാൽ മൂന്നാമത് മരിച്ച രഘു ആകട്ടെ ആത്മഹത്യ ചെയ്തായിരുന്നു. അവർ 3 പേരും 3 വ്യത്യസ്ത വർഷങ്ങളിൽ ഹോളി ദിനത്തിന്റെ അന്ന് തന്നെയാണ് മരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ഹോളി ദിനത്തിൽ മരിക്കാൻ പോകുന്നത് ശാന്തനുമായിരിക്കുമെന്ന് ബാബയ്ക്ക് മനസ്സിലായി. ബാബ ഈ കാര്യങ്ങൾ ശാന്തനുവിനോടും കൂട്ടുകാരോടും പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇവനെ രക്ഷിച്ചെങ്കിലേ പറ്റൂ. നിന്റെ അടുത്ത് വരുന്ന ഈ മൊഹബത്ത് എന്ന് പറയുന്ന ആത്മാവിനെ പറ്റി നമ്മൾ കൂടുതൽ അറിയണം. അവളുടെ ഫുൾ ഹിസ്റ്ററി അറിയണം. അവൾ എങ്ങനെയാണ് മരിച്ചതെന്നും എന്തിനാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്നും. അതുകൊണ്ട് പേടി കൂടാതെ അവളോട് കൂടുതൽ അടുത്തിട്ട് ഈ കാര്യങ്ങളെല്ലാം അറിയാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. അങ്ങനെ പിന്നീട് അങ്ങോട്ട് ശാന്തനു അതായിരുന്നു പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതേ ടൈമിൽ അനന്യയ്ക്ക് സംഭവിച്ച കാര്യങ്ങളും ബാബ പറയുന്നു. അവൻ അനന്യയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവൾ ആകെ പേടിച്ചു പറിച്ചിരിക്കുകയായിരുന്നു. അവൻ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവൾക്ക് ഈ സംഭവിച്ച കാര്യങ്ങൾക്കെല്ലാം കാരണം താനാണെന്ന് അവനറിയാം. അവൾ തന്റെ അടുക്കലേക്ക് വരുമ്പോഴാണ് മൊഹബത്തിന് ദേഷ്യം വരുന്നതും അവളെ ഉപദ്രവിക്കുന്നതും. അതുകൊണ്ട് നമ്മളിനി ഒരിക്കലും കാണാതിരിക്കുന്നതാ നല്ലതെന്ന് പറഞ്ഞിട്ട് ശാന്തനു അവിടെ നിന്ന് പോയി. അനന്യ ആകെ തകർന്നിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രി മൊഹബത്ത് വീണ്ടും ശാന്തനുവിന്റെ അടുക്കലേക്ക് വരുന്നു. ശാന്തനുവും കൂട്ടരും ചേർന്നിട്ട് അവളെ സന്തോഷിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇതുവരെ ഞങ്ങൾ നിങ്ങളെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളുടെ മുന്നിലേക്കൊന്ന് വരുമോ എന്ന് ശാന്തനുവിന്റെ കൂട്ടുകാർ ചോദിച്ചതും അവൾ അവളുടെ പേടിപ്പെടുത്തുന്ന രൂപമൊക്കെ മാറ്റി
മാറ്റിയിട്ട് നേരത്തെ കാണിച്ചുകൊണ്ടിരുന്ന നോർമൽ രൂപത്തിലേക്ക് വരുന്നു. ശരിക്കും അവളെ കണ്ട് ഇവരുടെ കണ്ണ് തള്ളിപ്പോയി. അവൾ അത്ര സുന്ദരിയായിരുന്നു. എനിക്ക് നിന്റെ കൂടെ ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മൊഹബത്ത് അവനെയും കൂട്ടി നേരെ പോകുന്നത് ആകാശത്തേക്കായിരുന്നു. അവിടെ മേഘങ്ങൾക്ക് മുകളിൽ അവള് പോയിരിക്കുന്നു. പേടിച്ചിട്ടാണെങ്കിലും അവനും അവളുടെ കൂടെ തന്നെ ഇരിക്കുന്നു. ആ ടൈം കൊണ്ട് അവളെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാനായിരുന്നു അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. നിന്റെ അച്ഛനും അമ്മയും ആരൊക്കെയാണ്? നിന്റെ പേര് മൊഹബത്ത് എന്ന് തന്നെയാണോ? നീ എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? എന്താ നിനക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നു. എന്നാൽ അവള് പറയുന്നുണ്ട്, എനിക്ക് അതൊന്നും ഓർമ്മയില്ല. എന്നെ പറ്റി എനിക്ക് ഓർമ്മയുള്ള ഒരേ ഒരു കാര്യം എന്റെ പേര് മൊഹബത്ത് എന്നാണെന്ന് മാത്രമാണ്. വെർജിൻ ഡ്രീയുമായിട്ട് നിങ്ങൾക്കുള്ള പ്രശ്നം എന്താണ്? നിങ്ങൾ എന്താണ് അതിൽ നിൽക്കുന്നതെന്നൊക്കെ അവൻ ചോദിക്കുന്നു. മാത്രമല്ല ഈ കോളേജിൽ തന്നെയാണ് നിങ്ങൾ പഠിച്ചതെന്നും ചോദിക്കുന്നു. എനിക്ക് അതിനൊന്നും ഉത്തരം അറിയില്ല എന്നാണ് മൊഹബത്ത് പറയുന്നത്. വെറുതെ എന്നെ ഇങ്ങനെ ചോദ്യം ചോദിച്ച് ദേഷ്യം പിടിപ്പിക്കരുത്. അതോടുകൂടി പിന്നെ അവൻ ഒരു ചോദ്യം ചോദിക്കാനും നിന്നില്ല. ശാന്തനുവിനെ കാണാതെ അവനെ അന്വേഷിച്ച് വന്ന അനന്യയോട് ഇവർ കാര്യങ്ങൾ പറയുന്നു. അവനിപ്പോൾ ആ മേഘങ്ങൾക്ക് മുകളിലായിരിക്കുന്നതെന്ന്. അവൻ എന്തിനാണ് തന്നിൽ നിന്ന് അകലുന്നതെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി. പക്ഷെ എല്ലാം മനസ്സിലാക്കി അവളാകട്ടെ തന്റെ പ്രണയം അവനോട് തുറന്നു പറയുകയാണ്. അവൾ തന്നെ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ശാന്തനുവും അവളോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ആദ്യമൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ നീയായിരുന്നു ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ എന്നെ കണ്ടു തുടങ്ങിയത്. അതോടെ ഞാനും മാറി. അത് കേട്ട് അന്യ പറയുന്നുണ്ട്, ആദ്യം ഞാൻ നിന്നെ ഫ്രണ്ടായിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് എന്റെ ഉള്ളിൽ പ്രണയം വന്നതെന്ന്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് അവർ ഒന്നിച്ചു. ഇനിയിപ്പോൾ ഇവർ ഒന്നിച്ച കാര്യം ഒരിക്കലും മൊഹബത്ത് അറിയാൻ പാടില്ല. 3 മണിക്ക് 8 മണിക്കും ഇടയിൽ അവൾ വരില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ ടൈമിൽ മാത്രം നമുക്ക് കാണാമെന്ന് ശാന്തന് പറയുന്നു. ഈ മൊഹബത്ത് ഈ കോളേജിൽ തന്നെ പഠിച്ച പെൺകുട്ടിയാണോന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ കോളേജിന്റെ റെക്കോർഡ്സ് എല്ലാം തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നീടുള്ള ദിവസങ്ങളിൽ 3 മണിക്കും 8 മണിക്കും ഇടയിൽ ശാന്തനു ആകട്ടെ അനന്യയുടെ കൂടെയും ബാക്കിയുള്ള ടൈമിൽ മൊഹബത്തിന്റെ കൂടെയുമായിരുന്നു സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഹോളി എടുത്ത് വരാൻ തുടങ്ങി. ഹോളിയുടെ തലേ ദിവസവും അവിടെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ശാന്തനുവും അനന്യയും അതിൽ പങ്കെടുക്കുന്നുണ്ട്. കുറച്ചു കഴിയുമ്പോൾ അനന്യ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറുന്നു. ആ ടൈമിലാണ് മൊഹബത്ത് അവിടേക്ക് വരുന്നത്. മൊഹബത്ത് വരുമ്പോ അവിടെ എല്ലാം തന്നെ ഹോളിയുടെ പൊടി എല്ലാവരും വിതറിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ അവളുടെ മൈൻഡിലേക്ക് പഴയ ഓർമ്മകൾ വരുന്നു. യഥാർത്ഥത്തിൽ ഈ മൊഹബത്തും ഇതേ കോളേജിൽ തന്നെ പഠിച്ച പെൺകുട്ടിയാണ്. പക്ഷെ അവളുടെ യഥാർത്ഥ പേര് കരിഷ്മ എന്നായിരുന്നു. രഘു എന്ന് പറയുന്നൊരു പയ്യനെ അവൾ പ്രണയിക്കുന്നുണ്ടായിരുന്നു. ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടുമാണ് അവൾ രഘുവിനെ പ്രണയിച്ചിരുന്നത്. അവൾ അത് അവനോട് പറയുകയും ചെയ്യുന്നു, എനിക്ക് സത്യസന്ധമായ പ്രണയമാണ് വേണ്ടതെന്ന്. എന്നാൽ രഘു ആകട്ടെ അവനെ ചതിക്കുകയായിരുന്നു. ഇതെല്ലാം തന്നെ തന്റെ ക്യാമറയിൽ അവൻ പകർത്തുന്നുണ്ടായിരുന്നു. അവളോട് തനിക്കും അതുപോലുള്ള പ്രണയമാണെന്ന് പറഞ്ഞുകൊണ്ട് അവളെ കിസ്സൊക്കെ ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് ആകട്ടെ രഘു കോളേജിലുള്ള പലരെയും കാണിക്കുകയും തന്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. നിമിഷ നേരം കൊണ്ട് ആ വീഡിയോ വൈറലായി. കുട്ടികളുടെ കയ്യിലെല്ലാം തന്നെ ഇത് കിട്ടിയതോടുകൂടി മൊഹബത്തിനെ എല്ലാവരും കളിയാക്കുകയും ചെയ്യുന്നു. അവൾക്ക് സത്യസന്ധമായ പ്രണയമാണല്ലേ വേണ്ടതെന്ന് പറഞ്ഞിട്ട് പലരും അവളുടെ അടുത്തേക്ക് കളിയാക്കിക്കൊണ്ട് ചെല്ലുന്നു. അതോടുകൂടി അവൾക്ക് ആ കോളേജിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ആൾക്കാരുടെ കളിയാക്കല് കേട്ടിട്ട് ആ കോളേജിന്റെ പുറത്തേക്ക് അവൾ ഓടിപ്പോകുമ്പോൾ സമയം 3 മണിയായിരുന്നു. ഇതെല്ലാം തന്റെ ഓർമ്മയിലേക്ക് തിരിച്ചു വന്ന മൊഹബത്താകട്ടെ ഇവിടെ നിന്ന് ശക്തമായിട്ട് അലറാൻ തുടങ്ങി. അവളുടെ ആ അലർച്ചയിൽ അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാം തന്നെ ബോധം കെട്ട് വീഴുന്നു. ശാന്തനു മൊഹബത്തിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പറ്റിയത്? നീ എന്താ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നതെന്ന്. പെട്ടെന്ന് അവൾ അവന്റെ കൺമുന്നിൽ നിന്ന് മാഞ്ഞുപോയി. പിന്നീട് കാണിക്കുന്ന ഈ ബോധം കെട്ട് കിടന്ന കുട്ടികളെ എല്ലാം തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതാണ്. അതിനോടകം ശാന്തനു ആകട്ടെ കുറച്ച് നാളായിട്ട് താൻ വരച്ചുകൊണ്ടിരുന്ന മൊഹബത്തിന്റെ ചിത്രം ബാബയുടെ കയ്യിൽ എത്തിക്കുന്നുണ്ട്. അയാൾ ആ ചിത്രം കണ്ടതും ഞെട്ടിത്തരിച്ചു നിൽക്കുന്നു. ഇവിടെ ആ ട്രീയിലേക്ക് തിരിച്ചെത്തിയ മൊഹബത്താകട്ടെ താൻ ആരാണെന്നും തനിക്ക് എന്താണ് സംഭവിച്ചതെന്നും ഓർമ്മ വന്നതിന്റെ ഷോക്കിലായിരുന്നു. ഹോളിയുടെ ദിനത്തിലായിരുന്നു ഇതെല്ലാം സംഭവിച്ചെന്ന് അവൾക്ക് മനസ്സിലായി. ആ ടൈമിൽ ശാന്തനു അവിടേക്ക് വരുന്നു. നിനക്ക് എന്താണ് വേണ്ടത്? എന്റെ സുഹൃത്തുക്കളോട് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അവൻ ചോദിക്കുന്നു. എന്നാൽ മൊഹബത്ത് തിരിഞ്ഞു നിന്ന് അവനോട് പറയുന്നത് നീ എന്റെ ഇത് മാത്രമാണെന്നാണ്. വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. അവളുടെ വീഡിയോ വൈറലായതോടുകൂടി അവളാകട്ടെ രഘുവിനോട് വന്ന് വഴക്കുണ്ടാക്കുന്നു. ഞാൻ നിന്നെ സത്യസന്ധമായി പ്രണയിക്കുകയാണ് ചെയ്തത്. നീ പക്ഷെ എല്ലാവരുടെയും മുന്നിൽ എന്നെ നാണം കെടുത്തി. എന്നാൽ രഘു പറയുന്നത് ഞാൻ നിന്റെ സൗന്ദര്യത്തെയും നിന്റെ ശരീരത്തെയുമാണ് പ്രണയിച്ചതെന്നാണ്. അവളെ ആത്മാർത്ഥമായിട്ട് രഘു പ്രണയിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല. ഇവിടെ ബാബയാകട്ടെ എങ്ങനെ മൊഹബത്തിനെ ഇവിടെ നിന്നും സ്വതന്ത്രയാക്കി അവളുടെ ലോകത്തേക്ക് വിടണമെന്നുള്ള ചിന്തയിലായിരുന്നു. അതിനുവേണ്ടിയിട്ട് അയാളുടെ ഒരു പ്ലാൻ പറയുന്നുണ്ട്. അതീവ ദേഷ്യത്തോടെ നിൽക്കുന്ന മഹാകാളിയെ ശാന്തയാക്കാൻ വേണ്ടിയിട്ട് മഹാദേവൻ സ്വയം കാളിയുടെ കാലിന്റെ അടിയിലേക്ക് ചെല്ലാറുണ്ട്. അങ്ങനെ ദേവിയുടെ കോപം ശമിക്കുകയും ചെയ്യും. അതുപോലെ ഇവിടെ മൊഹബത്തിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അവളുടെ യഥാർത്ഥ പ്രണയം അവളുടെ അടുക്കളേക്ക് ചെല്ലണം. എന്നാൽ മാത്രമേ അവൾ അവളുടെ ഈ ദേഷ്യമെല്ലാം തന്നെ അവസാനിപ്പിക്കൂ. പിന്നീട് അവർ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നു. അവർ അവിടെ എല്ലാം തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു. അതിനിടയ്ക്കാകട്ടെ അനന്യ വന്ന് ശാന്തനുവിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ശരിക്കും മൊഹബത്തിനോട് ആത്മാർത്ഥ പ്രണയം ഉണ്ടായിരുന്നുവെന്ന്. അങ്ങനെയൊന്നും ഇല്ലായിരുന്നുവെന്നും എനിക്ക് നിന്നെയാണ് ഇഷ്ടമെന്നും അനന്യയോട് ശാന്തനു പറയുന്നു. പെട്ടെന്ന് അനന്യയുടെ മുഖം മാറി. അവൾ മൊഹബത്തായി മാറി. അതോടെ ശാന്തനുവിന് മനസ്സിലായി മൊഹബത്ത് വേഷം മാറി വന്ന് തന്നെ ടെസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്ന്. ശാന്തനുവിന്റെ മനസ്സിൽ അനന്യാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി മൊഹബത്ത് ആകെ ദേഷ്യത്തിലായി. അവൾ തന്റെ യഥാർത്ഥ രൂപം എല്ലാവരെയും കാണിക്കാൻ തുടങ്ങി. പേടിച്ചുപോയ എല്ലാവരും പല വഴി കൂടി. അവൾ പലരെയും ഉപദ്രവിച്ചു. ബാബ അവൾക്ക് നേരെ ആയുധങ്ങൾ പ്രയോഗിച്ചെങ്കിലും അതൊന്നും തന്നെ ഫലം കണ്ടില്ല. ഒടുവിൽ ശാന്തനു പറയുന്നുണ്ട്, അവരെയെല്ലാം വെറുതെ വിട്, നീ എന്നെ എടുത്തുകൊള്ളാൻ. നിനക്ക് യഥാർത്ഥ പ്രണയമാണ് വേണ്ടതെങ്കിൽ അനന്യ ഉൾപ്പെടെ എല്ലാവരെയും വെറുതെ വിട്ടിട്ട് എന്നെ കൊണ്ടുപോയിക്കോ. അത് കേട്ടത് മൊഹബത്ത് ബാക്കി എല്ലാവരെയും വെറുതെ വിട്ടു. ആ ഒരു ഫൈറ്റിനിടയിൽ ബാബയുടെ
ബാബയുടെ ശരീരത്തിൽ ഒരു കത്തി കുത്തി കയറിയിട്ടുണ്ടായിരുന്നു. ബാബ അത് വലിച്ചൂരി താഴേക്ക് അറിയുന്നു. അയാളുടെ രക്തം ആ മണ്ണിലേക്ക് വീഴുന്നുണ്ട്. അവിടെ അടിച്ച കാറ്റില് ഹോളിക്ക് വേണ്ടി വെച്ചിരുന്ന പൊടികളെല്ലാം മൊഹബത്തിന്റെ ശരീരത്തിലേക്ക് വന്ന് വീഴുന്നു. ആ നിമിഷം തനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം മൊഹബത്തിന്റെ മനസ്സിലൂടെ വീണ്ടും കടന്നു പോകുന്നു. ഹോളിയുടെ അന്നാണല്ലോ രഘു തന്നെ ചതിച്ച കാര്യം മൊഹബത്ത് തിരിച്ചറിയുന്നത്. അന്ന് രാത്രി ഹോളി ദഹനത്തിന്റെ പരിപാടി നടക്കുമ്പോൾ അവൾ ഇവിടേക്ക് വന്ന് വീണ്ടും രഘുവിനോട് സംസാരിക്കുന്നുണ്ട്. നീ എന്തിനാണ് എന്നെ ചീറ്റ് ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് അവൻ വീണ്ടും കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് അവളെ നാണം കെടുത്തുന്നു. ദേഷ്യം വന്നിട്ട് അവളോട് അവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെടുന്നു. അവള് പോകാതെ കൂട്ടാക്കി നിൽക്കുന്നത് കണ്ടിട്ട് കൂട്ടുകാരോടെല്ലാം രഘു പറയുന്നുണ്ട്, നിങ്ങൾ പൊയ്ക്കോ, ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന്. ദേഷ്യം വന്ന് അവൻ അവളെ അടിക്കുകയും ചെയ്യുന്നുണ്ട്. താഴേക്ക് വീണ് അവളുടെ തല പൊട്ടി ചോര വരുന്നു. എന്നാൽ അവൾ ബോധം കെട്ട് കിടക്കുകയാണെന്ന് കരുതിയിട്ട് അവൻ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു. അവൾക്ക് ബോധം വരാത്ത കാരണം അവൾ മരിച്ചു എന്ന് വിശ്വസിച്ച് അവനാകട്ടെ ആ മരത്തിന്റെ മുകളിൽ അവളെ കെട്ടിത്തൂക്കുകയാണ്. എന്നാൽ അവളുടെ കഴുത്തിൽ കയറിട്ട് വലിച്ചു തൂക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അവൾ മരിച്ചിട്ടില്ല എന്ന്. അവൾക്ക് ജീവനുണ്ടെന്ന് മനസ്സിലായതും അവൻ രണ്ടും കൽപ്പിച്ച് മനഃപൂർവ്വം അവളെ കൊല്ലുന്നു. എന്നിട്ട് അവിടെയെല്ലാം തന്നെ തീയിട്ടിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ആ മരവും സ്ഥലവും അവളും എല്ലാം തന്നെ കത്തിത്തീർന്നത്. ഇതെല്ലാം മനസ്സിലാക്കി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മൊഹബത്തിന്റെ ആത്മാവിന്റെ അടുത്തേക്ക് ബാബ വരികയും അവളുടെ കാലുകൾ തന്റെ നെഞ്ചത്തേക്ക് വയ്ക്കുകയും ചെയ്യുന്നു. ആ നിമിഷമാണ് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കൂടി കാണിക്കുന്നത്. മൊഹബത്ത് രഘുവിനെ സ്നേഹിക്കുന്ന സമയത്ത് ബാബ ഇതേ കോളേജിൽ തന്നെ പഠിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അന്ന് മൊഹബത്തിനെ ആരും അറിയാതെ അയാൾ പ്രണയിക്കുന്നുണ്ടായിരുന്നു. അവളെ സ്വന്തമാക്കാൻ വെർജിൻ ട്രീയുടെ താഴെ ഇയാൾ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ അവൾ രഘുവുമായിട്ട് റിലേഷൻഷിപ്പിലായതോടുകൂടി അവളെ വൺ സൈഡ് ആയിട്ട് പ്രണയിച്ചുകൊണ്ട് അവളുടെ ലൈഫിൽ നിന്ന് അയാൾ മാറി നിന്നു. പക്ഷേ രഘു കാരണം ഇവള് മരിച്ചു എന്ന് മനസ്സിലാക്കിയ സമയത്ത് ഏറ്റവും കൂടുതൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ഇതേ ബാബ തന്നെയായിരുന്നു. പാവം മൊഹബത്ത് ഇതൊന്നും തന്നെ അറിഞ്ഞില്ല. തന്നെ ഒരാൾ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയ അവൾക്കാകട്ടെ മനസ്സിലായി ഇതായിരുന്നു എന്റെ യഥാർത്ഥ പ്രണയമെന്ന്. കൂടാതെ അവൾ പറയുന്നുണ്ട് ഇവിടെ നടന്ന മരണത്തിന് കാരണം താനല്ല എന്നും യഥാർത്ഥ പ്രണയത്തിനോടുള്ള പേടിയായിരുന്നു ആ കുട്ടികളുടെ മരണത്തിന് കാരണമെന്നും. തന്റെ പ്രണയം പൂർത്തിയായില്ല എന്ന് അവള് പറയുമ്പോൾ ബാബ പറയുന്നുണ്ട് നിന്റെ യഥാർത്ഥ പ്രണയം ഇപ്പോൾ പൂർത്തിയാകുമെന്ന്. ബാബ അവളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ട് പറയുന്നുണ്ട് കരീഷ്മ ജയിക്കണമെങ്കിൽ മൊഹബത്തായിട്ട് ഇവിടെ നിൽക്കുന്ന ഈ ആത്മാവ് ഇല്ലാതാകണമെന്ന്. അയാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ശൂലം കൊണ്ട് അവളുടെ ശരീരത്തിലേക്ക് ആഞ്ഞു കുത്തുന്നു. സന്തോഷപൂർവ്വം അവൾ അത് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ മൊഹബത്തിന്റെ ആത്മാവ് അവിടെ നിന്ന് പോയി. മൊഹബത്തിന്റെ ആത്മാവുണ്ടായിരുന്ന ആ വെർജിൻ ട്രീയെ കുട്ടികൾ വീണ്ടും അലങ്കരിച്ച് വീണ്ടും ആരാധിക്കാൻ തുടങ്ങി. ചാന്തനുവിന്റെ അനന്യയുടെ ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ബാബയുടെ ടെന്റിനുള്ളിൽ നിന്നും അവരും ബാബയും കരിഷ്മയും തമ്മിലുള്ള സംസാരം കേൾക്കുന്നുണ്ട്. ആത്മാവായിട്ട് എല്ലാവരെയും പേടിപ്പിച്ച മൊഹബത്ത് ഇപ്പോൾ ഇല്ല. കരിഷ്മയായിട്ട് ബാബയെ സ്നേഹിക്കുന്ന ആത്മാവായിട്ടാണ് അവളിപ്പോൾ ഉള്ളത്. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.